ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ MAS പ്രതിനിധിയായി ഡോക്ടർ ഫസൽ ഗഫൂർ ചേരുന്നുണ്ട്. ഡോക്ടർ ഫസൽ ഗഫൂർ, നോക്കുക, സർക്കാരിന്റെ പുതിയ നീക്കമാണ്, ഒരു ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതിൽ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ പങ്കെടുപ്പിച്ച് ക്ഷണിക്കപ്പെട്ട 1500 പേർ ആ സംഗമത്തിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്താണ് സർക്കാരിന്റെ ഈ നീക്കത്തോടുള്ള താങ്കളുടെ പ്രതികരണം? ഈ സർക്കാർ അത് ഏത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഇടക്കിടക്ക് ഇത്തരത്തിലുള്ള സംഗമങ്ങൾ പല പേരിൽ നടത്താറുണ്ട്. ഉദാഹരണമായിട്ട് വലതുപക്ഷം കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്ന HR കമ്മീഷൻ റിപ്പോർട്ട് പല സംസ്ഥാനങ്ങൾ നടപ്പാക്കാനായിട്ട് ഇത്തരത്തിലുള്ള സമ്മേളനം നടത്തിയപ്പോൾ ഇവിടെ അന്ന് ഇടതുപക്ഷമാണ്, VS മന്ത്രിസഭയാണ്. അവർ ഇതുമാതിരി ഇത് നടത്തുകയും പാലോളി കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കുകയും ഈ സർക്കാർ നടപ്പാക്കാനായി അതിൽ ഞാൻ അംഗമായിരുന്നതാണ്. അപ്പോൾ അതൊന്നുമില്ല, അത് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ്. അതിന്റെ കോശി കമ്മിറ്റി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ വേറെ ഇടക്കിടക്ക് പല വിഷയങ്ങൾ വരുമ്പോൾ 2 വർഷവും അവരിപ്പോ നമുക്കറിയാം, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വഖഫിന്റെ ഇഷ്യൂ വന്നു, CA ഇഷ്യൂ വന്നു, ഇതിനൊക്കെ സംഗമങ്ങൾ നടത്താറുണ്ട് പിടിയിട്ട്. അപ്പൊ അത് അന്ന് ന്യൂനപക്ഷം എന്നുള്ളതല്ല, യഥാർത്ഥത്തിൽ ഈ ന്യൂനപക്ഷം വകുപ്പ് തന്നെ ഉണ്ടായത് പാലോളി കമ്മിറ്റി റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ്. അപ്പൊ അത് നടത്തുന്നതിൽ വലിയ അപാകതയൊന്നുമില്ല, അത് നടത്താറുണ്ട്. പക്ഷെ അതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു ഭാഗത്ത് നമുക്കറിയാം, മനസ്സിലല്ലേ എന്താണ് നമ്മൾ പറയുന്നത്, മറ്റേ വലതുപക്ഷം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ UDF എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു കെട്ടതപ്പം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ മുസ്ലിം സെറ്റപ്പാണ് കൂടുതൽ. അവരാണ് കൂടുതൽ ഒരു ജനസംഖ്യാപകരമായിട്ട് കൂടുതലുള്ള ആൾക്കാർ വോട്ട് ചെയ്യുന്നത് അവർക്കാണ്. അതിന് ബദലായിട്ട് ഈ രാഷ്ട്രീയമായിട്ട് LDF അതിനെ തടുക്കാനായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതായിരിക്കും വരുന്ന ഇലക്ഷന്. ഡോക്ടർ ഫസൽ ഗഫൂർ, ഇതിൽ 2 കാര്യങ്ങൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഒന്ന്, ആഗോള അയ്യപ്പ സംഘം നടക്കാൻ പോകുന്നു. അത് നേരത്തെ ആദ്യമെടുത്ത തീരുമാനമാണ്. അത് വലിയ വിവാദമായി. അത് മതപരമായ ഒരു പരിപാടിയായിട്ട് വിലയിരുത്തപ്പെടുന്നുണ്ട്. അത് കോടതിയിൽ കയറുന്ന നമ്മൾ കണ്ടു. അങ്ങനെ അത് വിവാദമായി നിൽക്കുകയാണ്. അതിന് പിന്നാലെ ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുണ്ട്. അതൊന്ന്. മറ്റൊന്ന്, ഇത് എപ്പോൾ നടത്തുന്നു എന്നുള്ളതാണ്. അതാ ഇത്രയും ഈ 2 ടേമിലായി ഇപ്പോഴാണ്, അതായത് മറ്റൊരു ഇലക്ഷന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് സർക്കാർ പോകുന്നത്. അങ്ങനെ 2 രീതിയിൽ കൂടി 2 കാര്യങ്ങൾ കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ചേർത്ത് വായിക്കാം. പക്ഷെ അതിനർത്ഥം തിരിച്ചൊരു കാര്യം ചോദിക്കാം. ഭാരതീയ ജനതാ പാർട്ടി അയോധ്യ വിഷയം തൊട്ട് ഒരുപാട് ക്ഷേത്രങ്ങൾ ശ്രീകൃഷ്ണ ജന്മഭൂമി അതിന്റെ തർക്കങ്ങളെ പറ്റിയിട്ടില്ല. അവിടെ ആഘോഷങ്ങളിലൊക്കെ നമ്മുടെ പ്രധാനമന്ത്രി പങ്കെടുക്കണ്ടല്ലോ. പ്രധാനമന്ത്രി സംഘോലവും നമ്മുടെ പാർലമെന്റിൽ വെച്ചല്ലോ. അപ്പൊ ഇന്നിപ്പോ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും മതസാമുദായിക സംഘടനകളെ പ്രീണിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പൊ ആ ശ്രമത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിയെ മാത്രം നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല, എല്ലാ പാർട്ടികളെ കുറ്റപ്പെടുത്തും. താങ്കൾ പറഞ്ഞതിനോട് 100% ഞാൻ യോജിക്കുകയാണ്. ഇതിപ്പോ ഒരു 2 ഇലക്ഷനുകൾ, മുനിസിപ്പൽ ഇലക്ഷനും തദ്ദേശ ഇലക്ഷനും അപ്പുറത്തെ ഭാഗത്ത് അസംബ്ലി ഇലക്ഷനും നിലനിൽക്കുമ്പോൾ ഇത് ഇത്തരത്തിലുള്ള സംഘം നടത്തുമ്പോൾ വ്യക്തിപരമായിട്ട് ഞാൻ ചിലപ്പോൾ എതിർക്കില്ല. കാരണം ഞാനൊരു സാമുദായിക സംഘടനയുടെ പ്രസിഡന്റ് ആയതുകൊണ്ട്. പക്ഷെ അത് വേറെ രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടാം എന്നുള്ളൊരു സത്യാവസ്ഥ ഉണ്ട്. ശരി, എന്തായാലും ക്ഷണിക്കുകയാണെങ്കിൽ താങ്കൾ പങ്കെടുക്കുമോ? ഇതിപ്പോൾ ആരൊക്കെയാണ്, ഏതൊക്കെ ആൾക്കാരാണ് ക്ഷണിക്കുക എന്ന് നമുക്കറിയില്ല. എങ്കിലും ക്ഷണിക്കപ്പെട്ട 1500 പേർ ഉണ്ടാകും സംഗമത്തിൽ എന്നാണ് അറിയാൻ കഴിയുന്നത്. താങ്കളെ ക്ഷണിച്ചാൽ താങ്കൾ പങ്കെടുക്കും? ക്ഷണിച്ചിട്ടില്ലെങ്കിൽ ആണ് എനിക്കത് നിങ്ങൾ ക്ഷണിച്ചോന്ന് ചോദിച്ചു. ക്ഷണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ തനി സ്വഭാവം കാണിക്കും. ശരി, നന്ദി ശ്രീ ഡോക്ടർ ഫസൽ ഗഫൂർ പ്രതികരിച്ചത്. ഫാദർ പോൾ തേലക്കാട്ടുണ്ട് ടെലിഫോൺ ലൈനിൽ. ഫാദർ പോൾ തേലക്കാട്ട്, നോക്കുക, ഇപ്പോൾ സർക്കാരിന്റെ പുതിയ സംഗമം, ന്യൂനപക്ഷ സംഗമം എന്നാണ് അതിനെ വിളിക്കുന്നത്. അതിൽ ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ പങ്കെടുക്കുന്നു. 1500 പേർ ഉണ്ടാകുന്നു എന്നൊക്കെയാണ് സർക്കാർ ഇപ്പോൾ വിശദീകരിക്കുന്നത്. എങ്ങനെയാണ് താങ്കളുടെ ആദ്യ പ്രതികരണം? പ്രത്യക്ഷത്തിൽ ഞാൻ അതിനോട് വലിയ താല്പര്യം എനിക്കില്ല എന്ന് പറയുന്നത്. അതിന് കാരണം ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പരിഗണിക്കുകയോ ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ളത് എൻ്റെ അഭിപ്രായം. മറിച്ച് ഇന്ത്യയിൽ മുഴുവൻ കാണുന്നത് ഒരു ഭൂരിപക്ഷ പ്രീണനത്തിന്റെ ഒരു തരംഗവും ഒരു സംസ്കാരവും ഒരു രാഷ്ട്രീയവും നടപാടുമ്പോൾ അതിനകത്ത് ഭൂരിപക്ഷ പ്രീണനത്തിന്റെ സമാന്തരമായിട്ട് ന്യൂനപക്ഷങ്ങളെ കൂടി സംഘടിപ്പിക്കുന്നു എന്ന് വരുമ്പോൾ ഈ മതത്തിന്റെ ആവരണമിട്ട് മാത്രമേ മനുഷ്യനെ കാണാനാകൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് ചുരുങ്ങിപ്പോകുന്ന മൗലികവാദ സ്വഭാവം സഹിക്കുന്നില്ല എന്ന ആശങ്ക എനിക്കുണ്ട്. മനുഷ്യനെ മനുഷ്യനായി കാണാനും അതിന് മതത്തിന്റെ ആവരണമില്ലാതെ സെക്കുലറായി മനുഷ്യനെ കാണാനുമുള്ള കാഴ്ചപ്പാടാണ് ഉണ്ടാകേണ്ടത്. പകരം ന്യൂനപക്ഷ പ്രീണനവും ഭൂരിപക്ഷ പ്രീണനത്തിന്റെയും വേർതിരിഞ്ഞ് ഗ്രൂപ്പുകളായിട്ട് സംഘങ്ങളായിട്ട് വർഗീയത വളർത്തുന്ന ഒരു പ്രവണതയിലേക്ക് അത് പോകില്ലേ എന്നുള്ള ആശങ്ക എനിക്കുണ്ട്. അതാണ് ഞാൻ പറയുന്നത്.
എന്തായാലും സർക്കാർ ഇപ്പോൾ പറയുന്നത് ഈ സംഗമത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട ഒരു സോഷ്യൽ ഹാർമണി അത് സൂക്ഷിക്കുക, അതിനായി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുക, അതിനൊരു കുഴക്കീഴിൽ ഈ ന്യൂനപക്ഷങ്ങളെ കൊണ്ടുവരിക എന്നൊക്കെയുള്ളതാണ്. ഇത് വൈകിപ്പോയി എന്നൊരു അഭിപ്രായമുണ്ടോ താങ്കൾക്ക്? എല്ലാവരും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് സെക്കുലറിസത്തിന്റെ ഗൗരവമായ കാഴ്ചപ്പാട്. മതത്തിന്റെ ആവരണമില്ലാതെ, മതത്തിന്റെ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് കാണാൻ കഴിയുന്ന ഒരു സെക്കുലറിസം, എല്ലാവരെയും ഒരു കുടക്കീഴിലാക്കുന്ന കാഴ്ചപ്പാടാണ് ഉണ്ടാകേണ്ടത്. അതിന് പകരം മതം തിരിച്ചുള്ള കാഴ്ചപ്പാട് ഉണ്ടാകുമ്പോൾ അത് വർഗീയത വർദ്ധിപ്പിക്കുമെന്നുള്ള ആശങ്കയും ഭയവുമാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. നന്ദി ശ്രീ ഫാദർ തേലക്കാട്ട് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും സർക്കാരിൻ്റെ ന്യൂനപക്ഷ സംഗമം അതാണ് അടുത്ത പ്രധാനപ്പെട്ട പരിപാടിയായി ഇപ്പോൾ സർക്കാർ ഉയർത്തിക്കാട്ടുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ന്യൂനപക്ഷ സംഗമവുമായി ഇപ്പോൾ സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. അടുത്ത മാസം ഒക്ടോബറിൽ കൊച്ചിയിലായിരിക്കും ഈ സംഗമ വേദി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.